ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമുക്കൊന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? സമയം കളയാതെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാം. നമുക്കൊന്ന് ഉച്ചക്കത്തേക്ക് ചമ്മന്തിച്ചോറാണേ. ചെള്ളിച്ചമ്മന്തിൻ്റെ ചോറും അതുപോലെ പപ്പടവും ഓംപ്ലേറ്റും പിന്നെ നല്ല സലാഡും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ചോറിന്. ഭയങ്കര സിമ്പിളുമാണ്. ജസ്റ്റ് ചമ്മന്തി ഉണ്ടാക്കുക, അതിലോട്ട് നമ്മുടെ ചോറിട്ട് കൊടുക്കാം. വായിൽ വെള്ളം വരുന്നു പറയുമ്പോൾ തന്നെ. ഞാനിത് കഴിക്കട്ടെ കേട്ടോ. ഹലോ, ഇന്നിവിടെ ഞങ്ങൾക്ക് ഓഫ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുണ്ട്. പിന്നെ ഇവിടെ നിന്ന് റസൽ കൈമേൽ നമുക്കൊരു പള്ളി ഇവിടെ ഉണ്ട്. എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നു? ഒരു 150 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. പക്ഷേ അധികം ചൂടില്ല. ഇവിടെ ഇപ്പോൾ തണുപ്പായി തുടങ്ങി, അതുകൊണ്ട് ചൂടില്ല, പക്ഷേ വെയിലുണ്ട്. ക്ലൈമറ്റ് നല്ല രസമല്ലേ കാണാൻ. ഞങ്ങളിവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ. നൈറ്റിലാവുമ്പോൾ ലീവുള്ള ദിവസമൊക്കെ കംപ്ലീറ്റ് വൈകുന്നേരം ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. നമുക്ക് ഈ കടൽ കാണാൻ ഒരു പ്രത്യേക അല്ലാത്തൊരു സമാധാനമാണല്ലോ. ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ചായ അടിച്ച് ഇങ്ങനെ ഇരിക്കും ഇവിടെ. നമുക്കിന്നിവിടെ ഇരിക്കാൻ സമയമില്ല, പോയിട്ട് അവിടെ എത്താനുള്ളതാണ്. പോവാ. നിങ്ങൾ ഈ ബീച്ചിൻ്റെ കളറൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു ഡാർക്ക് ഒരു പീക്കോക്ക് പച്ച എന്നൊക്കെ പറയില്ല നമ്മൾ, ആ ഒരു കളറാണ് കേട്ടോ. പിന്നെ ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ കടൽ ഒരു ചളി പിടിച്ച അങ്ങനത്തെ വെള്ളമാണല്ലോ വരിക. വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കാം. ഇവിടുത്തെ കളർ നോക്കൂ, ഭയങ്കര രസമല്ലേ. ഈ ഒരു കളറ് നോക്കിയിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വെക്കേഷനിൽ നാട്ടിൽ വന്ന സമയത്ത് ലക്ഷദ്വീപിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ലക്ഷദ്വീപിൽ പോയ സമയത്ത് അവിടെ ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. കൊച്ചിയിൽ നിന്ന് ഷിപ്പ് എടുത്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ പോണ വഴിയിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും കടലിൻ്റെ വ്യത്യാസങ്ങൾ. ഒരേ കളറല്ല. നമ്മൾ നാട്ടിൽ നിന്ന് കയറുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു ചളിക്കളർ, അങ്ങനത്തെ ഒരു കളറ്. പിന്നെ കുറച്ചും കൂടി ഡീപ്പിലോട്ട് പോകുമ്പോൾ വേറെ കളറ്, കുറച്ചും കൂടെ പോകുമ്പോൾ വേറെ കളറ്. പിന്നെ നമ്മൾ ഐലൻഡ് എത്താനാകുമ്പോൾ വേറെ കളറ്. അപ്പം അങ്ങനെ അവിടുത്തെ ഡീപ് സീയിൽ കണ്ടിരുന്ന ഒരു കളറാണ് ഇത്. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി. ഇതിനൊരു 150 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതിൻ്റെ ആ റൂഫും ഒക്കെ ശ്രദ്ധിച്ചില്ല നിങ്ങൾ? ഫില്ലറും എല്ലാം ഭയങ്കര തിക്കാണ്, നോർമലായിട്ടുള്ളത് പോലെ. നമ്മുടെ പള്ളിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പൂച്ചകളുണ്ട് കേട്ടോ. അവിടെ ബാക്ക് സൈഡിലായിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാനുള്ളൊരു ഏരിയ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ ഈ കാണുന്നതൊക്കെ മുന്നേ അറബികൾ താമസിച്ചിരുന്ന വീടാണ്. അതെല്ലാം ഇപ്പോൾ പൊളിഞ്ഞ് അവർ പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസും ഒന്നും ചെയ്യാനിട്ട് എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. പക്ഷെ ഇവരതൊന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടേ എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി നോക്കി, പക്ഷെ എല്ലാം അങ്ങനെ കിടക്കുകയാണ് കണ്ടോ. ഇത് ഡോർ ലോക്കാണ്, അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല.
പണ്ടത്തെ ആ ജനലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, വെന്റിലേഷനൊക്കെ. നമുക്ക് ഉള്ളിലേക്കൊന്നും കയറാനുള്ള സിറ്റുവേഷൻ അല്ല കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ഇവിടെ ഒരാൾ തന്നെ ഉണ്ട് അവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റില്ല, അവരുടെ ആ ഫുഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ മുന്നേ വന്നപ്പോൾ ആളെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ആൾ കാണുന്നില്ല. ഇവിടുന്ന് നമ്മൾ നേരെ നോക്കുന്നത് ബീച്ചിലോട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയൊക്കെ കണ്ടു വന്നു, ചായ കുടിച്ചു. ഈ വ്ളോഗ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ പറയും. ഓക്കെ ബൈ. ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ.